അപ്പോൾ അന്ന് ആദ്യമായിട്ട് മൂർഖമാമിനെയാണ് തൊടുന്നത്. അന്ന് നല്ല രീതിയിൽ റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ വളരെ ആപ്റ്റ് ആവുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എനിക്ക് മുന്നിലിരിക്കുന്നത്. പാമ്പിനെ പേടിയുണ്ടോ? പാമ്പിനെ പേടിയില്ല. അതിന് മുന്നേ ഒരിക്കൽ ഒരു റെസ്ക്യൂ വന്നപ്പോഴത്തേക്ക് തന്നില്ല. ശരിക്കും എനിക്ക് വന്ന കോളായിരുന്നു അത്. അപ്പം ഞാൻ പോകാൻ തയ്യാറായിരുന്നു. ഞാൻ പോവാന്നൊക്കെ പറഞ്ഞു. കിങ് ആണോ കൺഫേം ഒക്കെ ആക്കാൻ പറഞ്ഞ് എല്ലാം പറഞ്ഞൊക്കെ വച്ചേക്കുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അത് പുറത്തുള്ള വേറൊരു വോളണ്ടിയറിനെ വിളിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പം ഞാൻ ഭയങ്കര വിഷമം പറഞ്ഞു വിളിച്ചിട്ട്. അപ്പം ഞാനതിൽ ഇവിടെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. രാജവെമ്പാലയെ പിടിച്ചു എന്നൊക്കെ അമ്മ അറിയുമ്പോ ഉണ്ടായിരുന്ന റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അമ്മ ബോധം കിട്ടുമല്ല വീടാണ്. നമുക്ക് വരാനുള്ളതൊക്കെ വരും എന്നാണ്, ഏത് വഴി കൂടെയെങ്കിലും വരുമല്ലോ. അപ്പൊ അങ്ങനെ വരാൻ വേണ്ടി ആ രാജവെമ്പാലയായിട്ട് എന്റെ മുന്നിൽ വന്ന് കടന്നു വന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ആ രാജവെമ്പാലയാണ്. നമസ്കാരം. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. കേരള വനംവകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ GS രോഷിനിയാണ്. നമസ്തേ. നമസ്കാരം. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടാഗ് ലൈനാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു വളരെ ആപ്റ്റ് ആവുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എനിക്ക് മുന്നിലിരിക്കുന്നത്. പാമ്പിനെ പേടിയുണ്ടോ? പാമ്പിനെ പേടിയില്ല. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്ന് എനിക്കറിയാം. കാരണം എന്താ പറയാ, വളരെ അഭിമാനമുണ്ട് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എത്തപ്പെട്ടു. പാമ്പുകളോട് കുഞ്ഞിനാൾ മുതലേ പ്രിയമുണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ കാണുന്നത് തന്നെ വനംവകുപ്പിൽ വന്നതിന് ശേഷമാണ്. അതിന് ശേഷമുള്ള ഇഷ്ടമാണ്, അതിന് ശേഷമുള്ള താല്പര്യമാണ്, ഒക്കെയാണ്. അതിന് മുന്നൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈ മഹാദേവന്റെ ഭക്തിയാണെന്നറിയാം. അതുകൊണ്ട് പാമ്പിനോട് കുറച്ചുകൂടി അടുക്കാൻ എളുപ്പം തോന്നിയതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അത് പണ്ട് മുതലെയാണ് മഹാദേവന്റെ ഡിവോട്ടിയായിട്ട്. അത് ചെറുതിലെ മുതലേ ഞാൻ മഹാദേവന്റെ അമ്പലങ്ങളിൽ പോകുന്ന, മഹാദേവനോട് അത്രയും അടുപ്പമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ നിയോഗമായിരിക്കാന്നുള്ളത്. ഉറപ്പായിട്ടും അങ്ങനെയാണ് ഞാൻ ഇതുവരെയും ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം എന്താണ്, മഹാദേവന്റെ കഴുത്തിൽ കിടക്കുന്ന ആഭരണമാണ് പാമ്പെന്ന് പറയുന്നത്. അപ്പൊ അതിനെ തൊടാനൊരു ഇത് കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും എനിക്കെന്നല്ല, അത് ചെയ്യുന്ന എല്ലാവർക്കും അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്. കാരണം നമ്മൾ ജീവനുള്ള ദൈവങ്ങളായിട്ടാണല്ലോ സർപ്പങ്ങൾ എന്ന് പറയുന്നത്. നമ്മള് ശരിക്കും നമ്മള് അമ്പലത്തിൽ പോയി ആരാധിക്കുന്ന ഹിന്ദുക്കളുടെ ഇതില്, അമ്പലത്തിൽ പോയി ആരാധിക്കുന്നതിൽ നമ്മള് ശരിക്കും കാണപ്പെട്ട ഒരു ദൈവം എന്ന് പറയുന്നത് സർപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഒരു എന്താണ്, നമ്മുടെ ഭാവനയിലുള്ള രൂപങ്ങളാണ്. പക്ഷെ ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന രൂപമല്ല. അപ്പൊ ആ ഒരു ബഹുമാനവും ആ ഒരു ഭക്തിയും എല്ലാം ഉണ്ടാകാറുണ്ടോ പാമ്പുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ? ഉറപ്പായിട്ടുണ്ട്. ഞാൻ ഇപ്പോ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും എല്ലാവരോടും പറയുന്നതാണ്. നമ്മളിപ്പോ എന്തുവാണ്, അമ്പലത്തിൽ പോയി നാഗങ്ങൾക്ക് നമ്മൾ മണ്ണാർശാലയൊക്കെ പോയിട്ട് എന്തുവാണ് ആയില്യം, എല്ലാ മാസവും ആയില്യം ഇപ്പം എല്ലാ അമ്പലങ്ങളിലും ചെയ്യുന്നത്. അപ്പൊ മഞ്ഞളും പാലും ഇതെല്ലാം നമ്മളിങ്ങനെ കൊടുത്തിട്ട് പുറത്തു വന്ന് പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് ഒരു ലോജിക്കും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ ഒരിക്കലും ആ രീതി ചെയ്യരുതെന്ന് തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നിടത്തൊക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും ആ ഒരു ഇത് ഉണ്ട്. അത് നമുക്ക് അത് ഉണ്ടാവണം. കാരണം നമ്മള് ഈ ഒരു ജീവിയുമായിട്ട് എല്ലാ ദിവസവും ഇടപഴകുന്ന ഒരാളാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണ് ഇത് പ്രതികരിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഓരോന്നിനും ഓരോ സ്വഭാവമാണ്, ഓരോ സ്ഥലത്ത് ഇരിക്കുന്ന രീതി വ്യത്യാസമാണ്. അതിനനുസരിച്ച് അതിൻ്റെ ഇത് മാറാം. അപ്പോൾ ഏത് സെക്കൻഡിലാണ് എന്തെങ്കിലും ഒന്ന് മാറിപ്പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അത്രയും ആ ഒരു ഭയവും ആ ഒരു ഭക്തിയും ഇതെല്ലാം കൂടി ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതിന്റെ ജീവൻ രക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അതിനറിഞ്ഞുകൂടാ. നമ്മളതിന്റെ ജീവൻ രക്ഷിക്കുകയാണ് എന്നുള്ള കാര്യം അതിനറിഞ്ഞുകൂടല്ലോ. നമുക്കല്ലേ അറിയാവോ നമ്മൾ രക്ഷിക്കാനാണ് പോകുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അത് എന്നെ രക്ഷിക്കാൻ വരുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മളോടൊരു സോഫ്റ്റ് കോർണറൊന്നും കാണിക്കാറില്ല. ഇപ്പൊ എനിക്കിവിടെ എന്നെ പോലെ ഒരു അവതാരകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നീടാണ് ഈ ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന രീതിയിലേക്ക് ഒരു മാറ്റം കരിയറിൽ ഉണ്ടാകുന്നത്. എന്താണ് ആ ഒരു മാറ്റം ഉണ്ടാകാനുള്ള പ്രധാന കാരണം? അതൊന്നുമില്ല. ശരിക്കും ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ദൂരദർശനിലെ അനൗൺസറായിട്ട് കയറുന്നതാണ്. 2007 ദൂരദർശനിൽ വരുന്നത്. ഇപ്പോൾ 18 വർഷം വരെ ആവുന്നുണ്ട്. അന്ന് അനൗൺസറായിരുന്നു, ന്യൂസ് റീഡറായി. പിന്നീട് അത്യാവശ്യം ദൂരദർശനിലെ എല്ലാ പ്രോഗ്രാംസും ചെയ്തിട്ടുണ്ട്. തിരനോട്ടം, പ്രതികരണം തുടങ്ങിയിട്ട് പഴയ കാലത്തെ എല്ലാ പ്രോഗ്രാംസും ചെയ്തിട്ടുണ്ട്.
പിന്നീട് ശരിക്കും നമ്മള് ദൂരദർശനിൽ കോൺട്രാക്ട് ബേസാ, നമുക്ക് ന്യൂസ് റീഡർ ഒന്നും അങ്ങനെ പെർമനന്റ് പോസ്റ്റ് അങ്ങനെ ഇല്ല. അപ്പോൾ കോൺട്രാക്ട് ബേസിലാണ് കയറുന്നത്. പിന്നീട് എന്തുവാണ്, നമ്മുടെ ഫാമിലി എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നത് കൊണ്ട് സർക്കാർ ജോലി വേണം എന്നുള്ള ഒരു തള്ളല് പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്ക് കുഴപ്പമില്ല, അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോവാം. അപ്പൊ പിന്നെ സർക്കാർ ജോലി നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം വേണം എന്നുള്ളത്. അപ്പൊ ദൂരദർശനിൽ പോകുമ്പോൾ അവിടെയുള്ള തന്നെ കുറച്ച് സാറന്മാരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ഇതിൽ തന്നെ ഇങ്ങനെ നിന്ന് കളയരുത്, വേറെ ഒരു ജോലി നോക്കണം എന്ന് പറയുമായിരുന്നു. അങ്ങനെയാണ് ശരിക്കും PSC പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഒരു സർക്കാർ ജോലി വേണം എന്നൊരു താല്പര്യം അങ്ങനെയാണ് പിന്നീട് ഉണ്ടായിട്ടാണ് അതിനുവേണ്ടി പഠിച്ചത്. അതും പക്ഷെ ഞാൻ 2007 2008 വരുമ്പോ 7 എന്റെ കല്യാണം കഴിയുന്നുണ്ട്. അതിനുശേഷം പിന്നെ 2 മക്കളൊക്കെ ആയി കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. 30 വയസ്സിലാണ് എനിക്ക് ജോലി കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് ഫോറസ്റ്റ് അല്ലെങ്കിൽ വനം വകുപ്പുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവുന്നത്. വകുപ്പിലാണ് എനിക്ക് തോന്നുന്നു ബീറ്റ് ഓഫീസറുടെ ഫസ്റ്റ് ലേഡീസിന്റെ ആദ്യത്തെ പോസ്റ്റിംഗ്. നമ്മുടെ ആദ്യമായിട്ട് വനം വകുപ്പിൽ സ്ത്രീകളെ എടുക്കുന്ന ഒരു ഇതായിരുന്നു. പിന്നെ അതിനു മുമ്പ് ഞാൻ 1-2 എഴുതിയിട്ടുണ്ട്. എല്ലാം അങ്ങനെ ലിസ്റ്റിലൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷെ ലിസ്റ്റിൽ വന്നു കിട്ടിയത് ഇത് തന്നെയാണ്. ഞാൻ അതിൽ തന്നെ ഇങ്ങ് വന്നു. പിന്നെ ഞാൻ വേറെ ടെസ്റ്റ് ഒന്നും അധികം എഴുതിയിട്ടുമില്ല. ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് സ്ത്രീകളെ ബീറ്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് എടുക്കുന്ന ആ ബാച്ചിലാണ് കയറുന്നത്. പക്ഷെ അപ്പൊ ആ സമയത്ത് എന്തായാലും ഒരു ആശങ്കയുടെ ഒരു ചോദ്യമാണ്. കാരണം ബീറ്റ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഓഫീസിൽ ഇരുന്നിട്ടുള്ള ജോലിയല്ല, കാടുകളിലൂടെ അത് രാവിലെയും രാത്രിയും ഒക്കെ പോകേണ്ടതായിട്ടുണ്ട്, മൃഗങ്ങളായിട്ടാണ് ഇടപഴകേണ്ടതായിട്ടുള്ളത്. അപ്പൊ അത്രയും ആശങ്കകൾ ഉണ്ടായിരുന്നു മനസ്സിൽ എന്നുള്ളതാണ്. അന്ന് ശരിക്കും ഈ എക്സാം എഴുതുമ്പോഴോ ഇതിൽ കയറുന്ന സമയത്തൊന്നും നമുക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അന്ന് ഫോറസ്റ്റ് ഗാർഡ്, അതായിരുന്നു ഫോറസ്റ്റ് ഗാർഡ്. പിന്നീടാണ് ബീറ്റ് ഓഫീസർ ആവുന്നത്. അപ്പോൾ അന്നൊന്നും അറിഞ്ഞുകൂടാ എന്തുവാണ് സംഭവം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ല. എനിക്ക് 18ാമത്തെ റാങ്ക് ആയിരുന്നു. ഒത്തിരി പെൺപിള്ളേരുണ്ടായിരുന്നു എൻ്റെ കൂടെ, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ യൂണിഫോമിനോട് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടം. പോലീസ് ആയിരുന്നു പണ്ട് മുതലുള്ള താല്പര്യം, പോലീസായിരുന്നു. അപ്പോൾ കിരൺ ബേദി എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് ആ ഒരു രൂപം എപ്പോഴും അങ്ങനെ ഒരു പോലീസിന്റെ ആ ഒരു ഇത് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിഫോം ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാനൊരു SIയുടെ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെന്ന്, ബീറ്റ് ഓഫീസറുടെ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതില് SIയുടെ എനിക്ക് 2 മാർക്കോ 3 മാർക്കോ കട്ട് ഓഫിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇത് രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് ശരിക്കും ഫിസിക്കലിന് പൊക്കോണ്ടിരുന്നത്. അപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പൊ ഇതിലങ്ങ് കയറി. പിന്നെ വീട്ടിൽ കുറച്ച് അമ്മ പറയുമായിരുന്നു, എന്താണ് പെൺപിള്ളേർക്ക് വനം വകുപ്പില് പെൺപിള്ളേരൊക്കെ പറ്റിയ ഡിപ്പാർട്ട്മെന്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആരൊക്കെ പറഞ്ഞു കൊടുത്തൊക്കെ അമ്മ പറയുമായിരുന്നു. അന്ന് എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷെ വന്നതിന് ശേഷം ഭയങ്കര താല്പര്യമായിരുന്നു. ഇപ്പോഴും ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ അമ്മയുടെ ചിന്ത മാറിയോ എന്നുള്ളതാണ്. ഇപ്പൊ കുഴപ്പമില്ല, അമ്മ ഇപ്പൊ എന്റെ ട്രാക്കിലായി. ഞാൻ അമ്മ എന്റെ ട്രാക്കിലാക്കി എന്ന് വേണം പറയാനായിട്ട്. ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഇതിൽ വന്നിട്ടും പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാ പാമ്പിനെയൊക്കെ റെസ്ക്യൂ ചെയ്യുന്നത്. തുടക്കത്തിലൊന്നും ചെയ്തിട്ടില്ല. 17-19 ഞാൻ ലൈസൻസ് എടുക്കുന്നതൊക്കെ. അപ്പോ അന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ എന്നും പറയുമായിരുന്നു, എന്റെ 2 ചേച്ചിമാരാ, 2 പേരും ഓഫീസ് ജോലി, മീൻസ് 2 സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ക്ലറിക്കൽ പോസ്റ്റിലുള്ള. അപ്പൊ ഞാനും അതുപോലെ ക്ലറിക്കൽ വല്ലതും എഴുതി ഇരിക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം. പക്ഷെ ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഇതാണ്. ഞാൻ ഒരിക്കലും എന്നെ കൊണ്ടൊരു ഓഫീസിൽ കൊണ്ടിരുത്തി കുറെ ഫയലിന്റെ കൊണ്ടിരുത്തി ഞാൻ അവിടെ ഇരിക്കൂല. അങ്ങനത്തെ ഒരു ഇതാണ് എന്റെ. അപ്പൊ അമ്മ എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഒരിക്കലും അതിൽ യോജിക്കൂലായിരുന്നു. പിന്നീട് പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ അത് നേരെ മാറി അതിനുള്ള പ്രശ്നമായി. അങ്ങനെ പിന്നെ കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ ഇപ്പൊ എന്റെ ട്രാക്കിലാണ്. രാജവെമ്പാലയെ പിടിച്ചു എന്നൊക്കെ അമ്മ അറിയുമ്പോ ഉണ്ടായിരുന്ന റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അമ്മ ബോധം കിട്ടുമല്ല വീണാണ്. ഞാൻ ആദ്യമായിട്ട് മൂർഖൻ പാമ്പിനെ പിടിച്ചതിന്റെ ആ സമയത്ത് തന്നെ കരച്ചിലും നിലവിളിയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാനിത് പറയാറൊന്നും ഇല്ല. ഞാൻ റെസ്ക്യൂ പോകുന്നതോ പിടിക്കുന്നതോ ഒന്നും ഞാൻ അമ്മയോട് പറയാറില്ല. അമ്മയ്ക്ക് അങ്ങനെ ഫോണില് സ്റ്റാറ്റസ് കാണാനോ അങ്ങനെയൊന്നും അങ്ങനെ വലുതായിട്ടുള്ള വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ എന്റെ ചേച്ചിമാര് അവരെന്ത് ചെയ്യും, അവരിങ്ങനെ എടുത്തിട്ട് അമ്മയ്ക്ക് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവിടെ പോയി കാണിച്ചൊക്കെ കൊടുത്തിട്ട് അവരമ്മയെ കൊണ്ട് എന്നെ പറയിക്കും പോവരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്കും പേടിയാ, അത് 2 പേർക്കും പേടിയാണ്. അപ്പൊ അവർ 2 പേരും കൂടെ അമ്മയെ കൊണ്ട് എന്നോട് പറയിക്കും. എന്നിട്ട് അവരെ അമ്മ ഇങ്ങനെ എന്താണ് മറ്റേ നമ്മുടെ എരിയേറ്റുന്ന പോലെ അങ്ങനെ ചെയ്യിക്കും. അങ്ങനെയൊക്കെ കുറെ ഇതുണ്ടാണ്.
അപ്പൊ അമ്മയ്ക്കും പേടിയാണ്, ചേച്ചിമാർക്കും പേടിയാണ്. പിന്നെ ആരുടെ ധൈര്യമാണ്? അത് ആരുടെയാണെന്ന് എനിക്ക് ഇപ്പോഴും വലിയ ധാരണ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ അമ്മയോട് തന്നെ ചോദിക്കാറുണ്ട്. പിന്നെ അച്ഛന്റെ അപ്പൂപ്പനൊക്കെ നാട്ടില് ഭയങ്കര അറിയപ്പെടുന്ന പുള്ളി ഒരു ഇച്ചിരി ഭയങ്കര എന്തുവേണം ധൈര്യശാലിയായ ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. ഇനി അതിന്റെ വല്ല ചെറിയ വിത്ത് വല്ലതും ഇങ്ങനെ വന്നത് ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോ അറിഞ്ഞിട്ടുള്ളതാ അച്ഛന്റെ അമ്മയുടെ അച്ഛൻ. അതെ, നാട്ടിലെ വളരെ അറിയപ്പെടുന്ന വലിയൊരാളായിരുന്നു. പുള്ളി ഭയങ്കര ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ ആയിരിക്കണം, അതെന്തെങ്കിലും ആയിരിക്കും. അല്ലാതെ പിന്നെ ആർക്കും ഇല്ലാത്ത ഒരു സാധനം എന്തായാലും എന്നിൽ വരാനുള്ള ഒരു സാധ്യത കുറവാണല്ലോ. കുഴപ്പമില്ല, അങ്ങനെ ഭയങ്കര ധൈര്യമൊന്നും അല്ല. എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഞാനങ്ങ് ചെയ്യുന്നു. ഈ കുഞ്ഞുനാളിലൊക്കെ ഇപ്പൊ നമുക്കറിയാം, പൊതുവെ നമ്മുടെ പെൺകുട്ടികളൊക്കെ എപ്പോഴും കളിയാക്കും, ഈ പാറ്റയെ കണ്ടവരെ ഓടുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടോ കുട്ടിക്കാലത്തൊക്കെ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ജീവികളുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. എന്റെ ചേച്ചി എന്ന് പറയുന്നത്, എന്റെ മൂത്ത ചേച്ചി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഏറ്റവും പേടി പാറ്റയാണ്. വീടിനകത്തൊരു പാറ്റയെ കണ്ട അവള് നാട്ടിൽ പോലും നിൽക്കൂല, അത്ര പേടിയുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെ ഇപ്പൊ ഞാൻ പഠിച്ചത് ബോട്ടണിയാണ്, സബ് സുവോളജി ഉണ്ട്. നമ്മൾ ഈ പാറ്റയും തവളയൊക്കെ കയറുമായിരുന്നു പണ്ട് നമുക്ക് ലാബ് ചെയ്യുമ്പോഴേ. അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നും തോന്നിയിട്ടുള്ളതായിട്ട് എന്റെ അറിവിൽ ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ കാണാൻ തുടങ്ങിയത് ശരിക്കും ഇപ്പോഴാണ്. ഈ വനംവകുപ്പിൽ വന്നതിന് ശേഷമാണ് ഈ മൃഗങ്ങളെല്ലാം, ഇപ്പോഴാണ് ഒത്തിരി മൃഗങ്ങൾ നാട്ടിൻപുറത്തുള്ളത്. ഇതെല്ലാം നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ വല്ലപ്പോഴും സൂവിൽ പോകുമ്പോഴാണ് ഒരു മാനിനെയോ മയിലിനെയോ ഒക്കെ കാണുന്നത്. ഇപ്പൊ മാനും മയിലും ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും നമ്മൾ കാണുന്ന സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് അങ്ങനെ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന്റെ ഒരു ഇതാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ, അങ്ങനെയൊന്നും ഒരിക്കലും അല്ല. ഇതുമില്ല. ആദ്യത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ തൊടുന്നത് ട്രെയിനിങ് സമയത്താണ്. നമുക്കൊരു ദിവസത്തെ ഒരു ട്രെയിനിങ് തരും. ഇതെങ്ങനെയാണ് ഇതിനെ നമ്മുടെ സയന്റിഫിക് രീതിയാ, അതെ, ശാസ്ത്രീയമായ രീതിയിലുള്ള പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന രീതിയാണ് നമ്മുടെ വനം വകുപ്പിൻ്റെത്, സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ട്. അപ്പൊ അന്ന് ആദ്യമായിട്ട് മൂർഖമാമിനെയാണ് തൊടുന്നത്. അന്ന് നല്ല രീതിയിൽ റെസ്ക്യൂ ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന ഫസ്റ്റ് റെസ്ക്യൂ എന്ന് പറയുന്നത് പൈത്തണായിരുന്നു, പെരുമ്പാമ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂർഖൻ പാമ്പായിരുന്നു. പിന്നെ അതിനുശേഷം ഒത്തിരി റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങി. ഇതില് എനിക്ക് ഏറ്റവും കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നിയ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിച്ച പാമ്പാരായിരിക്കും? അങ്ങനെ അധികം പേരൊന്നും എന്നെ വലുതായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാല്. പിന്നെ പെരുമ്പാമ്പ് ഞാൻ 143 പെരുമ്പാമ്പ് മാത്രം എടുത്തിട്ടുണ്ട്. അതെന്താണ്, സൈസ് കുറച്ച് വലുതായതുകൊണ്ട് ബുദ്ധിമുട്ടല്ല. നമുക്ക് ഒറ്റയ്ക്ക് മീൻസ് നമ്മളിപ്പോ ഞാൻ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അധികം ആരെയും എൻ്റെ കൂടെ കൂട്ടാവില്ല. കാരണം എനിക്കില്ലെങ്കിൽ ഞാൻ കോൺഫിഡന്റ് ആവൂല. മറ്റത് ഞാനും പാമ്പും മാത്രമേ, എനിക്ക് അതിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. മറ്റത് എന്റെ കൂടെ നിൽക്കുന്ന ആളിന് അങ്ങനെയൊക്കെ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് വേറെ ആരും വന്നിപ്പോ ഇതിനെ എടുത്തു തരാനോ പൊക്കിയെടുക്കാനോ അല്ലെങ്കിലും അങ്ങനെ ആരും വരാറില്ല. പാമ്പായതുകൊണ്ട് അധികം ആരും അങ്ങനെ വരാറില്ല. അപ്പൊ ഇതിനെ ഒറ്റയ്ക്ക് തൂക്കിയെടുക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. എന്തേലുമൊക്കെ ഇത് വിഴുങ്ങിയിട്ടൊക്കെ കിടക്കുവാണെങ്കിൽ ഭയങ്കര വെയിറ്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന സാഹചര്യങ്ങൾ, ഇപ്പൊ കിണറിനകത്ത് നിന്ന് എടുക്കുന്നതുകൊണ്ട് മതില് JCB വെച്ച് പൊളിച്ചെടുത്തിട്ടുണ്ട് 2 മണിക്കൂറൊക്കെ. പിന്നെ ഞാനൊരു ഇടയ്ക്കൊരു പെരുമ്പാമ്പിനെ JCBക്ക് ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു 3 മണി മുതൽ 5 മണി വരെ 2 മണിക്കൂർ എടുത്തിട്ടാണ് അന്ന് ആ പാമ്പിനെ എടുത്തത്. അപ്പൊ അതുപോലെ 3 മിനിറ്റ് കൊണ്ട് എടുക്കുന്നത് കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ടി വരുന്നത് കൊണ്ട് അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കുഴപ്പമില്ല. ഈ രാജവെമ്പാലയുമായിട്ടുള്ള യുദ്ധം എങ്ങനെയുണ്ടായിരുന്നു? അത് ഭയങ്കര സംഭവമായിരുന്നു. കുഴപ്പമില്ല. രാജവെമ്പാല ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയാമായിരുന്നെങ്കിൽ ഞാനൊന്ന് പോയി തൊട്ട് തൊഴുതേ. കാരണം എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ആ രാജവെമ്പാലയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ശംഖിലി നമ്മളങ്ങ് വനത്തിനുള്ളിൽ ഉൾവനത്തിലാണ് വിടുന്നത്. അവിടെ അന്നെ കൊണ്ട് റിലീസ് ചെയ്തായിരുന്നു. ചിലപ്പോ ഞാൻ വിചാരിക്കും നമുക്ക് വരാനുള്ളതൊക്കെ വരും എന്നാണ്, ഏത് വഴി കൂടെയെങ്കിലും വരുമല്ലോ. അപ്പൊ അങ്ങനെ വരാൻ വേണ്ടി ആ രാജവെമ്പാലയായിട്ട് എന്റെ മുന്നിൽ വന്ന് കടന്നു വന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഭയങ്കര സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രാജവെമ്പാലയെ റെസ്ക്യൂ ചെയ്യണം എന്നുള്ളത്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്.
കൂടുതൽ കേട്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നേരിട്ട് ലൈവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിന് മുന്നേ ഒരിക്കൽ ഒരു റെസ്ക്യൂ വന്നപ്പോഴത്തേക്ക് തന്നില്ല. രാത്രി പെണ്ണായതുകൊണ്ടാണോ? അതെ അതെ, രാത്രിയായി, നൈറ്റ് ആയിരുന്നു. ജേഴ്സി ഫാമിനടുത്തൊരു ഇതായിരുന്നു. അപ്പോ ശരിക്കും എനിക്ക് വന്ന കോളായിരുന്നു അത്. അപ്പൊ ഞാൻ പോവാൻ തയ്യാറായിരുന്നു, ഞാൻ പോവാന്നൊക്കെ പറഞ്ഞു. കിങ് ആണോ കൺഫേം ഒക്കെ ആക്കാൻ പറഞ്ഞ് എല്ലാം പറഞ്ഞൊക്കെ വെച്ചേക്കുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അത് പുറത്തുള്ള വേറൊരു വോളണ്ടിയറിനെ വിളിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പൊ ഞാൻ ഭയങ്കര വിഷമം പറഞ്ഞു വിളിച്ചിട്ട്, ഞാൻ പോയി എടുക്കാന്ന് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു രാത്രിയല്ലേ, കുഴപ്പമില്ല, പോയി എടുക്കട്ടെ, ആളിനെ വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പോവാൻ നിന്ന് റെസ്ക്യൂർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം കൂടെ വരണം, പോവാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേണ്ട, നിങ്ങൾ പോയി എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പോയില്ല അതിന്. ഭയങ്കര ഞാൻ ഇവിടെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എനിക്ക് പോകാൻ പറ്റാത്തത്. അവര് ചിലപ്പോ എന്റെ ഒരു സേഫ്റ്റിയും കൂടെ ഒക്കെ നോക്കിയിട്ടായിരിക്കും പറഞ്ഞത്. പക്ഷെ ആ ഒരു എന്താണ്, ഒരു മാറ്റി നിർത്തൽ വന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക, പുരുഷന്മാരും അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്ന ഒരാളല്ല. എനിക്ക് എന്നെ കൊണ്ട് പറ്റൂല എന്ന് എനിക്കൊരു കാര്യം ഇതുവരെ തോന്നിയിട്ടില്ല. എന്നെ ഏൽപ്പിക്കുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എന്നെ കൊണ്ട് എനിക്കങ്ങനെ പറ്റൂല എന്നൊരു കാര്യം ഞാൻ ഇതുവരെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെയാണ്, അതിന് ശേഷമാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. മാമിനെ തന്നെയാണോ വിളിക്കുന്നത്? ഇതൊന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് വന്ന കോളാം. നമ്മൾ വേറൊരു റെസ്ക്യൂവിൽ നിന്നപ്പോ നമുക്ക് വന്ന കോളാം. അപ്പൊ ഞാന് നമ്മുടെ സെക്ഷനിൽ നിന്ന് തന്നെയാ വിളിച്ചത്. അവിടെ കുളിക്കാൻ പോയ ആള് കണ്ടിട്ട് തൊട്ടടുത്ത് നമ്മുടെ ഒരു സെക്ഷൻ ഓഫീസ് ഉണ്ട്, അവിടെ പറഞ്ഞു. അവിടെ സെക്ഷൻ ഓഫീസിൽ നിന്ന് നമ്മുടെ RRTയിൽ വിളിക്കുമായിരുന്നു. അപ്പൊ നമ്മളവിടെ വേറെ റെസ്ക്യൂവിൽ നിൽക്കുമായിരുന്നു. അപ്പം ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ അവിടെ വന്നിട്ടാണ് അതിനെ റെസ്ക്യൂ ചെയ്തത്. ഇപ്പൊ ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അത് കോട്ടൂര് ഭാഗത്തായിരുന്നു. കോട്ടൂര് ഭാഗത്തൊക്കെ ഉണ്ട്. ഇപ്പൊ കാണുന്നുണ്ട്. മുമ്പൊന്നും രാജഗോപാൽ അങ്ങനെ പുറത്തിറങ്ങൂല. ഇതങ്ങനെ അധികം പുറത്തിറങ്ങാത്ത പാമ്പാ. പക്ഷെ ഇപ്പൊ ഒത്തിരി ജില്ലയിലൊക്കെ ഒരുപാട് എണ്ണം പുറത്തോട്ട് വരുന്നുണ്ട്. ഇന്നലെ കോട്ടൂരുണ്ടായിരുന്നു. കോട്ടൂര് സെറ്റിൽമെന്റിലായിരുന്നു. അതെ, പക്ഷെ അത് വലിയൊരു തോട്ടിലായിരുന്നു. തോടല്ല, ഇച്ചിരി വലിയൊരു ആറ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ആളും ഇച്ചിരി ഭയങ്കര സൈസുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ഇത് നമ്മള് എടുത്തു, ശരിക്കും അതിന്റെ ഉള്ളിലിരിക്കുമായിരുന്നു. അതിനെ പുറത്തെടുത്തതും ഇത് വെള്ളം ഉണ്ടായിരുന്നു കുറച്ച്. വെള്ളത്തിൽ കൂടി ഇങ്ങനെ ജെറ്റ് വിട്ട പോലെയാണ് അത് പോകുന്നത്. നമ്മള് പുറകെ ഓടി, എനിക്ക് തോന്നുന്നു 1/2 കിലോമീറ്റർ വരെ ഞങ്ങൾ പുറകെ ഓടി വെള്ളത്തില്. പക്ഷെ പറ്റൂല, കാരണം വെള്ളത്തിൽ പാമ്പ് ഭയങ്കര ഡേഞ്ചറാണ് ഒന്നാമത് വെള്ളത്തിൽ കിടക്കുമ്പോൾ. കാരണം അതിന് മൂവിങ് ഈസിയാണ്, എല്ലാം അതിന്റെ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതിന് വെള്ളത്തിൽ കിടക്കുമ്പോൾ. കരയിലെ പോലെയല്ല. പക്ഷെ നമുക്ക് വെള്ളത്തിൽ അത്രയും പാടാണ്. അപ്പൊ ഇത് പോകുന്നത് ഈ 6 മോഡലല്ലേ പോകുന്നത്, മീനൊക്കെ പോകുന്ന ആ ഒരു രീതിയിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ പിടിക്കുമ്പോൾ വാലിപ്പുറം വരും, ഇവിടെ പിടിക്കുമ്പോൾ വാലിപ്പുറം വരും, അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ കിട്ടിയില്ല. സങ്കടമുണ്ടോ? അത് നമുക്കങ്ങനെ ചില റെസ്ക്യൂ നമുക്ക് പോകുമ്പോ കിട്ടാതിരിക്കുമ്പോ വിഷമം തോന്നും. അയ്യോ കിട്ടിയില്ല. അന്ന് ശരിക്കും ഉച്ചയ്ക്ക് എനിക്ക് രാത്രി ഒന്നും എനിക്ക് ഉറക്കമില്ല. കണ്ണടയ്ക്കുമ്പോ ഫുൾ ഇതാണ് എന്റെ മുന്നിൽ ഇങ്ങനെ വരുന്നത്. അങ്ങനെ ചെയ്യാനായിരുന്നു, ഇങ്ങനെ ചെയ്തേം കിട്ടിയേനെ തോന്നും. പക്ഷെ അത് കുറച്ച് സെറ്റിൽമെന്റിന്റെ അടുത്തുനിന്നാണ് കണ്ടത്. എന്നാലും അതിന് അങ്ങോട്ട് പിന്നെ വന ഏരിയ ആണ്, അതങ്ങ് പൊക്കോളും. നമ്മൾ അങ്ങനെ അതിനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാല്. പിന്നെ അടുത്ത വീടൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ആ ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് അവര് വിളിച്ച് പറയുന്നത്. കാരണം ആള് കിങ് ആയതുകൊണ്ട്. പിന്നെ അതങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു ഇതുള്ള ഒരു പാമ്പല്ല ശരിക്കും കിങ്ങിനെ പേടിക്കണ്ട എന്നുള്ളതാണോ അത് പേടിക്കണം എന്നാണ് പൊതുവേ ഉള്ള വൈപ്പ്. കാരണം കിങ് അങ്ങനെ ബൈറ്റ് ചെയ്ത് ഇതുവരെ അങ്ങനെ നമുക്ക് ലോകത്ത് തന്നെ 4 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ കേരളത്തിലാകെ 1 മരണം മാത്രമാണ്. ബാക്കിയൊക്കെ വേറെ പുറത്ത് ഒറീസ അങ്ങോട്ടൊക്കെയാണ് ബാക്കിയുള്ള 3 എണ്ണം ഉള്ളത്. ബീഹാറിലോ അങ്ങോട്ട് ഒരെണ്ണമുണ്ട്, അങ്ങനെയാണ് ഉള്ളത്. നമുക്കിവിടെ അങ്ങനെ കിങ്ങിന്റെ ബൈറ്റ് ഉണ്ടായിട്ട് ഇല്ല. പൊതുവെ അത് അങ്ങനെ ബൈറ്റ് ചെയ്യാറില്ലാതെ. കരയിൽ ഇപ്പൊ വെള്ളത്തിലാണെങ്കിൽ അത് ഇതുപോലെ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് അതങ്ങ് പോയി. പക്ഷെ കരയിലാണെങ്കിൽ ചിലപ്പോ അത് ഒന്ന് എണീറ്റ് നിൽക്കും, പത്തിയെടുത്ത് എണീറ്റ് നിൽക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാം, നമുക്ക് വാലിൽ വേണമെങ്കിൽ പിടിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടും. പക്ഷെ വെള്ളത്തിൽ അങ്ങനെ കിട്ടൂല. അപ്പൊ അങ്ങനെ അത്രത്തോളം പേടിക്കണ്ട. പക്ഷെ വീടിനുള്ളിലൊക്കെ വന്ന് കയറിയിരിക്കുമ്പോൾ നമ്മൾ അറിയാതെയൊക്കെ ചവിട്ടുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ പറയാൻ പറ്റില്ല.
ഇപ്പൊ ഈ രാജവെമ്പാലയെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കില്ല, അപ്പൊ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് അതെ അല്ലെ, അതെ കുറെ കാലമായിട്ട് കാത്തിരിക്കുന്നത്. അതെ. ആ ഒരു മൊമെന്റിൽ എങ്ങനെയാണ് അതിന്, എന്നുവെച്ചാൽ അയ്യോ പേടിയായിരുന്നോ അതോ ഒരു ഇല്ലില്ല. എക്സൈറ്റ്മെന്റ് ആയിരുന്നോ? അല്ല അങ്ങനെ പേടിയില്ല. എനിക്ക് അങ്ങനെ പേടി തോന്നാറില്ല. അത് പിന്നെ റെസ്ക്യൂ ചെയ്യുന്നത് വരെ എന്താണ് ഒന്നാമത് എനിക്ക് തന്നെ എടുക്കണം, അതാണ് എന്റെ പ്രശ്നം. അയ്യോ ഞാൻ തന്നെ പോണം, ഞാൻ തന്നെ റെസ്ക്യൂ ചെയ്യണം, അതൊരു കാര്യം. പിന്നീട് എന്തുവാണ് അവിടെ എത്തുന്നത് വരെ ഇതിനെക്കുറിച്ച് എന്നെ ഇങ്ങനെ ആലോചിച്ചു. മീൻസ് എന്താണ് കിങ് എങ്ങനെ പ്രതികരിക്കും, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങള് വീഡിയോയിലൊക്കെ കണ്ടതും അതെല്ലാം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ആണ് പോയി റെസ്ക്യൂ ചെയ്യുന്നത്. തൊട്ടപ്പഴം എന്തായിരുന്നു? തൊട്ടപ്പോഴൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇല്ല കുഴപ്പമില്ല, അത് ശരിക്കും അതൊരു പാറയുടെ പുറത്ത് കിടക്കുമായിരുന്നു. അത് നല്ല സൈസ് ഉണ്ടായിരുന്നു, വലിയൊരു പാമ്പായിരുന്നു. അത് ഇങ്ങനെ ഒരുപാട് സമയം അതിങ്ങനെ തന്നെ കിടക്കും. കിങ്ങിന്റെ പ്രത്യേകത അതാണ്, എവിടെയെങ്കിലും ഒരു തണുപ്പ് പറ്റി അങ്ങ് കിടന്നാല് അത് കുറെ സമയം അവിടെ തന്നെ ഒരു 1-2 മണിക്കൂറൊക്കെ അത് അങ്ങനെ തന്നെ കിടക്കും. പിന്നീട് നമ്മളുടെ മനുഷ്യന്റെ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴാണ് അത് അതിന്റെ വഴിക്ക് പോകും, പിന്നെ അത് നിൽക്കൂല. അപ്പൊ നമ്മൾ ചെന്നപ്പോഴ് പക്ഷെ വളരെ ഇതായിട്ടൊരു പാറപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ആദ്യം കുറച്ച് സമയം നോക്കിയൊക്കെ നിന്നു, എങ്ങനെ ഇവിടെ നിന്ന് എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഉള്ളതൊക്കെ. ഒറ്റയ്ക്ക് മീൻസ് സ്റ്റാഫ് ഉണ്ടായിരുന്നു, വേറെ അവരാരും റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരല്ല, ഞാൻ മാത്രമായിരുന്നു അവിടെ, ആളിന്റെ അടുത്ത് ഞാൻ മാത്രമായിരുന്നു. അപ്പൊ ഒന്ന് ജസ്റ്റ് പോയി നോക്കി കുഴപ്പമില്ല. അതെ, പക്ഷെ കുറച്ച് വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് ചെയ്യാൻ പറ്റി. അത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ടൈമാണ് ഇത് എങ്ങനെ ആണ് എന്നുള്ളത് പ്രതികരിക്കുന്ന കാര്യമൊന്നും ഞാൻ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളതല്ല, ലൈവായിട്ട് എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ പിന്നെ ഇനിയാണെങ്കിൽ അറിയാം അത് ഏത് രീതിയിലൊക്കെ അത് എത്രത്തോളം ഒക്കെ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്.